ഹലോ എവ്രി വൺ. ഞാനിന്ന് എൻ്റെ ILO ഇൻഷുറൻസ് ആദ്യം റിജക്റ്റായി, പിന്നീട് അതെങ്ങനെ അപ്രൂവ് ആയി എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടും അതിൻ്റെ പ്രൊസീജിയറാണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം ഈ ഇൻഷുറൻസ് അപ്ലൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് പോലും കിട്ടാതെ, ഈവൻ വിസ ക്യാൻസൽഡ് പോലും ആകാതെ ജസ്റ്റ് ഈ ടെർമിനേഷൻ ലെറ്ററിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രം ദ കമ്പനി. സോ അത് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇൻഷുറൻസ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ ആ ഇൻഷുറൻസ് റിജക്റ്റായി. പിന്നീട് ഞാനിത് എങ്ങനെ അപ്രൂവ് ആക്കി എനിക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റീസബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ കാണിക്കുന്നത്. നമുക്കിതിന് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ടെർമിനേഷൻ ലെറ്റർ ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വിച്ച് മെൻഷൻ ലൈക്ക് ലാസ്റ്റ് വർക്കിംഗ് ഡേ മെൻഷൻ ചെയ്തിട്ടുള്ള ടെർമിനേഷൻ ലെറ്റർ, വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ. ഈ വർക്ക് പെർമിറ്റ് ക്യാൻസലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീൻഷോട്ടിൽ കാണിക്കാം. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഈ വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു ടെർമിനേഷൻ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻസലേഷൻ ആണെന്ന് ക്ലിയർലി ഈ വർക്ക് പെർമിറ്റ് ക്യാൻസലേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അതായത് നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എംപ്ലോയീൻ്റെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും റീസൺ കൊണ്ടോ ടെർമിനേഷൻ ആയതല്ല, എംപ്ലോയർ ഡിസൈഡഡ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ റീസൺ ഉണ്ടാവേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ തരുന്ന സമയത്ത്, സൈൻ ചെയ്യാൻ തരുന്ന സമയത്ത് നിങ്ങളത് നോക്കുക. ആ ഒരു സെക്ഷൻ അതിൽ എംപ്ലോയറാണ് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. പിന്നീട് നമുക്ക് വേണ്ടത് വിസ ക്യാൻസലേഷനാണ്. അത് നമ്മൾ വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ്റെ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് കൊടുത്ത് വിത്തിൻ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വിസ ക്യാൻസലേഷൻ കിട്ടും. വിസ ക്യാൻസലേഷൻ, വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ. പിന്നീട് നമുക്ക് വേണ്ടത് കോൺട്രാക്റ്റ് ആണ്. നമ്മുടെ കോൺട്രാക്ട് വിച്ച് മെൻഷൻ അവർ സാലറി ആൻഡ് ഓൾ ഡീറ്റെയിൽസ്, ഈവൻ ദ ബേസിക് സാലറി. ഈ ILO ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ക്ലെയിം 60% ഓഫ് ദ ബേസിക് സാലറി ഫോർ 3 months ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്നും കൂടെ ഞാൻ പറയാം. വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ, എംപ്ലോയർ ഡിസൈഡഡ് ടു ക്യാൻസൽ ദ കോൺട്രാക്ട് എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ. പിന്നെ ടെർമിനേഷൻ ലെറ്റർ ഫ്രം ദ കമ്പനി വിച്ച് മെൻഷൻ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് വർക്കിംഗ്. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ ക്യാൻസലേഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കോൺട്രാക്റ്റ്. സോ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇമെയിൽ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 15th സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 2 ഡേയ്സിൽ എനിക്ക് വീണ്ടും അവർ പറഞ്ഞൊരു മിസ്സിംഗ് ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ILOയുടെ ആപ്ലിക്കേഷനിൽ കയറി ലോഗിൻ ചെയ്ത് കഴിയുമ്പം അവിടെ നമുക്ക് ഫീഡ്ബാക്കിൻ്റെ അവിടെ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നതനുസരിച്ചിട്ട് ഞാൻ കോൺട്രാക്റ്റ് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഇമെയിൽ തന്നു. അവർ ഇൻ പ്രോസസ്സാണ് എന്ന് പറഞ്ഞിട്ടുള്ള, ഈവൻ നമുക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് എമൗണ്ട് മെൻഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു ഇമെയിൽ വന്നു. സോ ഇനീഷ്യലി ഞാൻ സബ്മിറ്റ് ചെയ്ത ദിവസം തൊട്ട് 5 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഇൻഷുറൻസ് അപ്രൂവൽ ആയിട്ടുള്ള ഇമെയിൽ വന്നിട്ടുണ്ട്. ഈവൻ ഞാൻ മിസ്സിംഗ് ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ ഡോക്യുമെൻ്റ് കോൺട്രാക്റ്റും കൂടെ ഞാൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ തിങ്ക് വിത്തിൻ 2 to 3 days നമ്മുടെ ഇൻഷുറൻസ് അപ്രൂവൽ ആകും. വേറെ ഒരു ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഒന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ILO ഇൻഷുറൻസ് നമുക്ക് അപ്രൂവലായി കിട്ടുന്നതായിരിക്കും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ പേയ്മെൻറ്റ്. നമുക്ക് അപ്രൂവൽ വന്നതിന് ശേഷം വിത്തിൻ 7 to 14 ഡേയ്സിൻ്റെ ഉള്ളിലാണ് പേയ്മെൻറ്റ് കിട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ പേയ്മെൻറ്റ് മന്ത്ലി വൈസാണ് കിട്ടുന്നത്. നമുക്ക് UAEയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തുണ്ടാവില്ല. നമ്മൾ ഇൻസൈഡ് UAE ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് പേയ്മെൻറ്റിലേക്കുള്ള പ്രോസസ്സിനും ഒക്കെ നമ്മൾ ഇൻസൈഡ് UAE ആയിരിക്കും ഉണ്ടാകേണ്ടത്. കാരണം ഐ തിങ്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഞാൻ നോക്കിയതനുസരിച്ചിട്ട് സെക്കൻഡ് പേയ്മെൻറ്റിലും നമുക്ക് നമ്മുടെ വിസ സ്റ്റാറ്റസൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം വിത്തിൻ UAE, ഇൻസൈഡ് UAE റിസൈഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ILO ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. പിന്നെ ടെർമിനേഷൻ ചെയ്തതിൻ്റെ വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ILO ഇൻഷുറൻസിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് ക്യാൻസലേഷൻ ഈ റീസൺ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും വിത്തിൻ 13 ഡേയ്സിനുള്ളിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ILO ആപ്പിൽ കയറിയിട്ട്
സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ILO ഇൻഷുറൻസ് അപ്രൂവലായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ വൺസ് എൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ആയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു അപ്ഡേറ്റ് തരാം, ഇത് എത്ര ദിവസം എടുത്തു ആൻഡ് ദ പ്രോസസ് ഫോർ ദ സെക്കൻഡ് പേയ്മെൻറ്റ്. ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ബൈ ഫോർ ദ ഡേ. താങ്ക് യു.